ഹായ് എവരി വൺ. സോ നമ്മൾ പിന്നെ ഫോർത്ത് മൊഡ്യൂളിലെ പോർഷൻസാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫോർത്ത് മൊഡ്യൂളിൽ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇൻ ദി സെൻസ് വയേർഡ് ആസ് വെൽ ആസ് വയർലെസ്. സോ നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് വയർലെസ് കമ്മ്യൂണിക്കേഷനാണ് and its techniques, different types of wireless communication techniques using different frequency bands, different frequency ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ ടെക്നിക്സ്, അതിൻ്റെ മോഡുലേഷൻ ആൻഡ് ഫൈനലി ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ്. സോ ഇതാണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ ഒരു പെട്ടെന്നുള്ള ബ്രീഫ്. സോ അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്താണ് ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. അതാണ് നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്നത്. അതേപോലെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, അതിൻ്റെ ഓരോ ബാൻഡിൻ്റെ ഡെസിഗ്നേഷൻ, അതിൻ്റെ അപ്ലിക്കേഷൻ, ഓരോ ബാൻഡിലെയും അപ്ലിക്കേഷൻ. ദെൻ നീഡ് ഫോർ മോഡുലേഷൻ, എന്തിനാണ് മോഡുലേഷൻ നമ്മൾ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് എ ടേം നോൺ ആസ് മോഡുലേഷൻ. അതായത് നമ്മൾ ഇഫ് യു നീഡ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ, ഒരുപാട് ദൂരത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇഫ് യു ഡോണ്ട് വാണ്ട് എനി നോയ്സ് ഇൻ ദി കമ്മ്യൂണിക്കേഷൻ, ഇൻ ദി ഇൻഫർമേഷൻ ദാറ്റ് യു സെൻഡ്, ദിസ് മോഡുലേഷൻ ഈസ് നീഡഡ്. സോ അതാണ് നീഡ് ഫോർ മോഡുലേഷനിൽ നമ്മൾ നോക്കുന്നത്. സോ മോഡുലേഷൻ എന്താണെന്നുള്ളത് ഞാൻ അപ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയാം. ദെൻ വി ഹാവ് ബേസിക്കലി 3 types ഓഫ് മോഡുലേഷൻസ്, അനലോഗ് മോഡുലേഷൻസ്. ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് ഫേസ് മോഡുലേഷൻ. സോ അതിലെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ സെക്ഷനാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ കാണുക. ഹൗ ടു ജനറേറ്റ് AM സിഗ്നൽ ആൻഡ് ഹൗ ടു ഡീമോഡുലേറ്റ് അല്ലെങ്കിൽ ഡീകോഡ് ദി AM സിഗ്നൽ, അല്ലെങ്കിൽ ജനറേഷൻ ആൻഡ് ഡീകോഡിംഗ് ഓഫ് ജനറേഷൻ ആൻഡ് ഡീമോഡുലേഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ. സോ ബേസിക്കലി ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനുമാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ നോക്കുന്നത്. സോ ഈ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈസ് എ വൈറ്റൽ പാർട്ട് ഓഫ് ടുഡേയ്സ് ലൈഫ്. കാരണം നമ്മുടെ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ്, അതിലെ സിംഹഭാഗം, അതിൽ ഭൂരിഭാഗവും കമ്മ്യൂണിക്കേഷൻ ആണ് ഓക്യുപ്പൈ ചെയ്തിട്ടുള്ളത്. ലൈക്ക് ഇഫ് ദർ ഈസ് നോ കമ്മ്യൂണിക്കേഷൻ, ജസ്റ്റ് ഇമാജിൻ, ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മൊബൈൽ ഉള്ളൊരു കാലഘട്ടം ആണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ദർ ഈസ് എ ടൈം വെൻ ദർ വാസ് നോ മൊബൈൽ. ഓക്കെ, ദർ വാസ് ഓൺലി ലാൻഡ് ലൈൻസ്. ഇനി ദർ വാസ് എ ടൈം വെൻ ദർ വർ നോ ടെലിഫോൺസ് അറ്റ് ഓൾ. ഫോൺസ് ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. സോ ഫോണേ ഇല്ലാത്തൊരു സമയം, ലാൻഡ് ലൈൻ കമ്മ്യൂണിക്കേഷൻ മാത്രമുള്ള സമയം, മൊബൈൽ കമ്മ്യൂണിക്കേഷനുള്ള സമയം, ഇപ്പോഴത്തെ സമയം. സോ ഇതിൻ്റെ ഒരു വ്യത്യാസം എടുത്താൽ തന്നെ വി ക്യാൻ ഡിഫൈൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസും അത് പഠിക്കേണ്ട ഇമ്പോർട്ടൻസും നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ വൈ വി നീഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, സോ ഇത്രയും പറയുമ്പോൾ വേറൊരു കാര്യം ഓർമ്മ വരുന്നത്, ഒരു എക്സാമ്പിൾ, ലൈക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസിൻ്റെ ഒരു എക്സാമ്പിൾ. സേ ഫോർ എക്സാമ്പിൾ വേൾഡ് വാർ 1 ആണ് ശരിക്കും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, പ്രത്യേകിച്ച് വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒരുപാട് കൂടിയത്. എസ്പെഷ്യലി വാക്കി ടോക്കീസ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പോർട്ടൻസ് വന്നത്. വേൾഡ് വാർ 2 ആയപ്പോഴത്തേക്കും കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ നല്ലൊരു സ്റ്റേജിലേക്ക് എത്തിയിരുന്നു. അതായത് ഒരു യുദ്ധത്തിൽ വെപ്പൺ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. ബിക്കോസ് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ബിക്കോസ് ഇഫ് യു ഡോണ്ട് കമ്മ്യൂണിക്കേറ്റ് എസ്പെഷ്യലി വിത്ത് എ ട്രൂപ്പ് വിച്ച് ഈസ് ഇൻ റിമോട്ട് ഏരിയ, യു കനോട്ട് കോർഡിനേറ്റ്, റൈറ്റ്. ഒരു യുദ്ധത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് കോർഡിനേഷനാണ്. സോ ഇഫ് യു ലൂസ് ദ കോർഡിനേഷൻ, യു വിൽ ലൂസ് ദ വാർ. സോ വെപ്പൺ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒരു യുദ്ധത്തിനെ സംബന്ധിച്ച്. സോ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. സോ ലെറ്റ്സ് സ്ലോലി ഗെറ്റ് ഇൻ ടു ദി സിസ്റ്റം. സോ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ, ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. സോ ഇപ്പോൾ നിങ്ങൾ സ്ലൈഡിൽ കാണുന്നതാണ് ദി ബ്ലോക്ക് ഡയഗ്രാം. സോ യു ഹാവ് ഫസ്റ്റ് ഓഫ് ഓൾ ദി ഇൻഫർമേഷൻ സോഴ്സ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം. സോ യു നീഡ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ലൈക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ, ഒരു സെൻസർ ഇൻഫർമേഷൻ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഉണ്ടാവാം, അത് പാസ് ചെയ്യണം. സോ ഇറ്റ് കുഡ് ബി, ആസ് യു ക്യാൻ സീ ഫ്രം ഹിയർ, ഇറ്റ് കുഡ് ബി സൗണ്ട്, എ പിക്ചർ, എ സ്പീച്ച്, ഡേറ്റ, എക്സെട്ര. ഇറ്റ് കുഡ് ബി എനിത്തിങ്. ഓക്കെ, ഇതാണ് ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറയുന്നത്. ഇവനെയാണ് നമുക്ക്
the other end, a person standing in the anywhere. It could be in a remote location, it could be in the other uh, continent, he could be in even outer space. ഔട്ടർ സ്പേസിലും ആവാം ഈ പറയുന്ന ഈ എൻഡ്. ഓക്കെ, സോ യു ഹാവ് എ ട്രാൻസ്മിറ്റർ ആൻഡ് ദെൻ യു ഹാവ് എ റിസീവർ. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷനാണ്. ആൻഡ് ദി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ കുഡ് ബി എനിത്തിങ്. ഓക്കെ, പിന്നെ വരുന്നത് ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ് ഈസ് സൗണ്ട്, ദി ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ വിൽ ബി മൈക്ക്. ഓക്കെ, അതായത് ഈ പറഞ്ഞ സോഴ്സ് ഓഫ് ഇൻഫർമേഷനെ പിക്ക് ചെയ്ത് നമ്മൾ ഇലക്ട്രോണിക് രീതിയിലേക്ക് മാറ്റുന്ന ഒരു ഡിവൈസാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. സോ ഇറ്റ് കുഡ് ബി ദിസ് പാർട്ട്, ഇറ്റ് കുഡ് ബി എനിത്തിങ്, ഇറ്റ് കുഡ് ബി സൗണ്ട്, ഇറ്റ് കുഡ് ബി പിക്ചർ, ഇറ്റ് കുഡ് ബി സ്പീച്ച്, എനിത്തിങ്, ബട്ട് ഇറ്റ് ഹാസ് ടു ബി ഡിജിറ്റൈസ്ഡ്. Okay, it has to be made in the electronic version, then only you can transmit through wires or wireless. Okay, so first stage of this communication system, source കഴിഞ്ഞാൽ വരുന്ന communication system, first hardware thing is a transducer. So as I said, sound ആണെങ്കിൽ it should be mic. Okay, ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്ററാണ്. സോ നിങ്ങളിവിടെ ഡിജിറ്റൈസ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളിവിടെ ഇലക്ട്രോണിക് രീതിയിലേക്ക് ഈ ഒരു പിന്നെ സോഴ്സിനെ നിങ്ങൾ മാറ്റി ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. സോ യു വാണ്ട് ടു ട്രാൻസ്മിറ്റ് ഓവർ എ ചാനൽ. സോ ട്രാൻസ്മിറ്റ് ദിസ് സിഗ്നൽ ടു എ ഡിഫറെൻറ്റ് ഏരിയ. സോ യു വാണ്ട് ലൈക്ക് അതിന് നമ്മൾക്ക് ട്രാൻസ്മിറ്റർ യൂസ് ചെയ്യാം. സോ ദിസ് ട്രാൻസ്മിറ്റർ കുഡ് ബി എനിത്തിങ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു മൊബൈലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മൊബൈൽ ഈസ് എ ട്രാൻസ് റിസീവർ എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ റിസീവ്. സോ നമ്മൾ ട്രാൻസീവർ എന്ന് പറയും നമ്മളതിന്. ഓക്കെ, സോ ദർ ആർ സർട്ടൻ ഡിവൈസസ് വിച്ച് ഓൺലി ക്യാൻ ട്രാൻസ്മിറ്റ്, അവർക്ക് റിസീവ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ദർ ആർ മെനി ഡിവൈസസ് ലൈക്ക് ദാറ്റ്. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഡിജിറ്റൽ ഇൻഫർമേഷൻ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഇനി ട്രാൻസ്മിറ്റർ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഉപകരണം അല്ലെങ്കിൽ ഡിവൈസ്. ഓക്കെ, ദെൻ അത് എന്തിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്? ദർ ഷുഡ് ബി എ ചാനൽ. Okay, so this channel could be a wire, it could be air. Okay, it could be if it is a wired transmission, the channel will be wired. If it is an wireless transmission, then the channel is the outer space or the atmosphere, not outer space, the atmosphere or the air is the channel. So anyway, you need a space to put the data and then send it to the other end. Okay, so അതിനെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചാനലിലൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് നോയ്സ്. അതായത് എനി അൺവാണ്ടഡ് സിഗ്നൽ ദാറ്റ് വിൽ ബി അറ്റാച്ച്ഡ് ടു അവർ ഇൻഫർമേഷൻ. നമ്മൾ ട്രാൻസ്മിറ്ററിലൂടെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ സ്പേസിലേക്കാണ് പോകുന്നത്, അവിടെ ആർക്ക് വേണമെങ്കിലും ഇൻ്റർഫിയർ ചെയ്യാം. സോ അതിനെ നമ്മൾ ഇൻ്റർഫറൻസസ് എന്ന് പറയും. സോ അങ്ങനെ നമ്മുടെ ആക്ച്വൽ സിഗ്നലുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്ന എക്സ്റ്റേണൽ സിഗ്നലിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. അത് നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഒരു പാർട്ടാണ് ഈ നോയ്സ്. ഓക്കെ, സോ ചാനൽ ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് നോയ്സ്. ഇനി ഈ ചാനലിലൂടെ പാസ് ചെയ്തത് നമ്മൾ അതർ എൻഡ്, ഇനി നമ്മൾ അതർ സൈഡ് നോക്കുകയാണ്, നമ്മൾ റിസീവർ സൈഡിലേക്ക് നോക്കുക. അതർ സൈഡിൽ നമ്മൾ വി നീഡ് എ റിസീവർ ടു റിസീവ്. സോ ഇറ്റ്സ് ഓൾസോ ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. സോ യു നീഡ് എ റിസീവർ. ഫോർ എക്സാമ്പിൾ, അവർ ആൻറ്റിന, പഴയ ടി വി ആൻറ്റിന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡിഷ് ആൻറ്റിന, വാട്ട് എവർ ഇറ്റ് മേ ബി. സോ ദാറ്റ്സ് എ റിസീവർ. ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യണം? റിസീവ് ചെയ്തു, ഇപ്പോഴും ഇലക്ട്രോണിക് സിഗ്നൽ തന്നെയാണ്, നമുക്ക് ഈ സൗണ്ടായിട്ട് തിരിച്ച് കിട്ടണം. സോ യു നീഡ് ആൻ ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ. ഇനി സൗണ്ടിൻ്റെ എക്സാമ്പിൾ നമ്മൾ നേരത്തെ എടുത്തു. സോ ഇഫ് ഇറ്റ് ഈസ് സൗണ്ട് ദാറ്റ് യു ആർ ട്രാൻസ്മിറ്റിംഗ്, റിസീവർ അത് റിസീവ് ചെയ്ത് ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ദിസ് ട്രാൻസ്ഡ്യൂസർ ഇൻ ദ ഫോം ഓഫ്, ഇപ്പോൾ സൗണ്ട് ആണെങ്കിൽ, സൗണ്ടിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ, ദിസ് ട്രാൻസ്ഡ്യൂസർ വിൽ ബി എ സ്പീക്കർ അല്ലേ, ഒരു സ്പീക്കറായിരിക്കും ഇവിടുത്തെ ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ. ആൻഡ് ദെൻ യു ഹിയർ ദി സൗണ്ട് ദാറ്റ് ഹാസ് ബീൻ ട്രാൻസ്മിറ്റഡ്. സോ ഇൻഫർമേഷൻ ഇൻ ഒറിജിനൽ ഫോം. സോ ഇവിടെ എങ്ങനെയാണോ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നത് അതേ ഫോമിൽ നമുക്കിവിടെ കിട്ടും, പ്രൊവൈഡഡ് ഇഫ് ദ നോയ്സ് ഈസ് നോട്ട് മോർ ദാൻ ദി സിഗ്നൽ. നോയ്സ് സിഗ്നലിനെ സപ്രസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ ഇൻഫർമേഷൻ തന്നെ കിട്ടും. സോ ഇതാണ് ഒരു കംപ്ലീറ്റ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. സോ യു ഹാവ് information source, you need information source, you need transducer, transmitter, then a channel, then a receiver. So noise is additional, അത് നീഡല്ല, അത് അറ്റാച്ച്ഡ് ആണ്, അതിലേക്ക് അറ്റാച്ച് ചെയ്യും നമ്മൾ വേണമെങ്കിലും വേണ്ടെങ്കിലും നോയ്സ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യും. then you have receiver, then you have output transducer. So this entire block is അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ the block diagram of communication system എന്ന് പറയുന്നത്. So this is the block diagram.
ഓക്കെ. സോ ഇതിലൊക്കെ ഓരോ ഇലക്ട്രോണിക് സർക്യൂട്ടറീസ് നമ്മൾ യൂസ് ചെയ്യും. ലൈക്ക് ട്രാൻസ്മിറ്റർ ഈസ് എ കോംപ്ലക്സ് ഇലക്ട്രോണിക് സർക്യൂട്ടറി, അതേപോലെ തന്നെ റിസീവർ, അതേപോലെ ട്രാൻസ്ഡ്യൂസർ ഈസ് എൻ ഇലക്ട്രോണിക് സർക്യൂട്ടറി. സോ ഇതൊക്കെ നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടറി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം. സോ ഇതിൻ്റെയൊക്കെ മേക്കിംഗ് ആണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുക. ഐ മീൻ ലൈക്ക് പെരിഫറൽ, നോട്ട് ഇൻ ടു ഡീപ്പ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഈ മൊഡ്യൂൾ വരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രമാണ്. നിങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പഠിച്ചിട്ടുണ്ടാവും, പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ ദിസ് ഈസ് എ റിവിഷൻ. സോ ഇൻ ദി ഇറ്റ്സ് ലൈക്ക് എ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, ഇറ്റ്സ് ലൈക്ക് വേവ്, ദേ ഹാവ് വേവ് നേച്ചർ. സോ ഇതാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. സോ സ്പെക്ട്രം ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ ദ ബാൻഡ്സ്. ഓക്കെ. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് അപ്പോൺ ഇൻക്രീസിങ് ഫ്രീക്വൻസി, സോ ദിസ് ഈസ് ഇൻക്രീസിങ് ദ ഫ്രീക്വൻസി and or decreasing the wavelength. So ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണെങ്കിൽ increasing wavelength, and ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണെങ്കിൽ increasing frequency. ഓക്കെ. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് the wavelength is increased, ഇനി ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കാണെങ്കിൽ the frequency is increased. ഓക്കെ, either way. ഇനി നമുക്ക് നോക്കാം, ഓരോ ബാൻഡായിട്ട് നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് ഫസ്റ്റ് ബാൻഡ് ഈസ് ലൈക്ക് റേഡിയോ ബാൻഡ്. Okay, so these radio waves have the frequency of like in the order of 10 to the power 4 to 10 to the power 6 അല്ലെങ്കിൽ 8. ഇതായിരിക്കും റേഡിയോ വേവ്സിൻ്റെ ഫ്രീക്വൻസി ഉണ്ടാവുക. സോ മെയിൻ ആപ്ലിക്കേഷൻ ഈസ് you use this radio wave for broadcasting radio signals or television signals. So radio waves എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് ബാൻഡ്. അവിടെ നമുക്ക് റേഡിയോ സിഗ്നൽസ്, ഫോർ എക്സാമ്പിൾ ഈ AM ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഞാൻ പറഞ്ഞ പോലെ ആംപ്ലിറ്റ്യൂഡ്, FM നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ദിസ് FM ഇതൊക്കെ നമ്മൾ ഈ ഒരു ഫ്രീക്വൻസിയൊക്കെ അലോട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫ്രീക്വൻസിയൊക്കെ പിന്നെ ലൈക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ വി യൂസ് റേഡിയോ ഫ്രീക്വൻസീസ് ഫോർ ദി ട്രാൻസ്മിഷൻ ഓഫ് AM ഓർ FM. ഓക്കെ. ഇനി മൈക്രോവേവ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 10 to the power 10 ഹേർട്സ്. ഇതാണ് മൈക്രോവേവ്. നമ്മൾ മെയിനായിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ മൊബൈൽ കമ്മ്യൂണിക്കേഷനാണ് മൈക്രോവേവ് യൂസ് ചെയ്യുക. ഇൻഫാക്ട് വൺ ആപ്ലിക്കേഷൻ ഈസ് മൈക്രോവേവ് ഓവൻ, ദാറ്റ്സ് ഫൈൻ. ബട്ട് കമ്മ്യൂണിക്കേഷൻ്റെ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ റഡാർ, ടെലിഫോൺ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ്, ഇതിനൊക്കെയാണ് നമ്മൾ മൈക്രോവേവ് ബാൻഡ് യൂസ് ചെയ്യുക. ഓക്കെ. സോ their frequency range is like 10 to the power 10 ഹേർട്സ്. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ ഗിഗാ ഹേർട്സ് എന്നൊക്കെ പറയാം. ഓക്കെ. നെക്സ്റ്റ് വരുന്ന ബാൻഡാണ് ഇൻഫ്രാറെഡ്. സോ ദേ ആർ ലൈക്ക് ഹീറ്റ് വേവ്സ്. നമ്മൾ ഹീറ്റ് വേവ്സ് എന്ന് പറയുന്ന പിന്നെ ഫ്രീക്വൻസി ബാൻഡാണ് ഇൻഫ്രാറെഡ് വേവ്സ്. സോ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേഷൻ ബാൻഡില്ല. സോ ദ റേഡിയോ ബാൻഡ് ആൻഡ് ദി മൈക്രോവേവ്, ഇവരാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ബേസിക്കലി യൂസ് ചെയ്യുക. ബട്ട് വെൻ യു ഡീൽ വിത്ത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, വി ഡീൽ വിത്ത് എവറിത്തിങ്. ഓക്കെ. Then comes the visible light or the visible spectrum. So where all the colors are confined or defined. So that is in the order of say 10 to the power 14 hertz. So ഇവിടെയാണ് നമ്മൾ വിസിബിൾ സ്പെക്ട്രം വരുന്നത്. ഇനി അത് കഴിഞ്ഞാൽ അപ്പുറത്ത് അൾട്രാ വയലറ്റ്. So it is like the wavelength present in large quantity in sun's radiation. Okay. Then comes X-ray. X-ray is used in medical purposes or scanning purposes and all. So അത് ബേസിക്കലി വരുന്നത് 10 to the power 18, 10 to the power 20 ഹേർട്സിലാണ് ആ ഒരു റേഞ്ച് വരുന്നത്. ദെൻ കംസ് ഗാമ റേസ്. ഓക്കെ. ഇത് മെഡിക്കൽ അപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസീസാണ് ഗാമ റേസ്. വെരി ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ്, അല്ലെങ്കിൽ യു ക്യാൻ സേ വെരി ലോ വേവ് ലെങ്ത് സിഗ്നൽസ് ആണ് ഗാമ റേസ്. ഓക്കെ. സോ ഗാമ റേസ് ആർ ഇൻ ദ ഓർഡർ ഓഫ് 10 to the power 24 ഹേർട്സ്. സോ ഇത്രയും ഫ്രീക്വൻസിയിലാണ് ഗാമ റേസ്, വെരി വെരി ഹൈ ഫ്രീക്വൻസി. ഓക്കെ. സോ ഇതിനെ ടോട്ടലിയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈച്ച് സ്പെക്ട്രം ഹാസ് ദെയർ ഓൺ അപ്ലിക്കേഷൻസ്. എനിവേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈ ഒരു പാർട്ടിലാണ് കൺഫൈൻഡ് ആയിരിക്കുന്നത്. അതായത് 10 to the power 4 അല്ലെങ്കിൽ 10 to the power 2 ഈ റേഞ്ചിലൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺഫൈൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? സോ ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇനി മോഡുലേഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഒരു റേഡിയോ എടുക്കുക. ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് റേഡിയോ.
റേഡിയോയിൽ 2 പ്രോഗ്രാംസ് നമുക്ക് റിസീവ് ചെയ്യാം അല്ലേ, 2 ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് നമുക്ക് റിസീവ് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. വൺ ഈസ് FM, വിച്ച് ഈസ് വെരി പോപ്പുലർ, ആൻഡ് അനദർ വൺ ഈസ് AM. നമ്മൾ റീജിയണൽ എന്നൊക്കെ പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആകാശവാണി കോഴിക്കോടാണെങ്കിൽ AM ഈസ് in the frequency of 654 hertz, 654 kilohertz, and FM is 103.6 megahertz. ഓക്കെ, ഇതാണ് FM. FM-ന് ഒരു സിംഗിൾ ഫ്രീക്വൻസി ആയിരിക്കും. AM ഒരു ചെറിയൊരു ബാൻഡ് ഉണ്ടാവും, അതാണ്.